Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ സ്നാക്ക് എന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടിയിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് അരിപ്പൊടി ഇട്ട് ഇതിനെ നന്നായി ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട്. നല്ലപോലെ കുഴച്ചതിന് ശേഷം നമുക്കിതിനെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇവിടെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് ഒരു 3 സവാളയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇതുപോലെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കിലോ ചിക്കന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ഇട്ടുകൊടുത്ത് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 പൊട്ടാറ്റോ പുഴുങ്ങി സ്മാഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 2 ടേബിൾ സ്പൂൺ കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, 4 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത്, ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച അരിപ്പൊടിൻ്റെ മാവെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വെള്ളത്തിലേക്ക് കൈ ഒന്ന് ഡിപ്പ് ചെയ്ത് ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. മാവ് നല്ല ചൂടോടെ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി മാവിനെ ഞാനിതാ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനെ മൂടിയിട്ട് ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇനി ഞാനൊരു പ്ലേറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വാഴൻ്റെ ഇല ഇതുപോലെ മുറിച്ചത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബസ്മതി റൈസ് വേവിച്ചത് ഇതുപോലെ നടുവിലായിട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മാവ് ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ്റെ ഫില്ലിങ് ഞാൻ ബോൾസ് ആക്കി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു പരത്തിയെടുത്ത മാവിനെ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കും നമുക്ക് ബസ്മതി റൈസ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ബാക്കി മാവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ അപ്പം ഓരോന്നായി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ അരിപ്പൊടി കൊണ്ടുള്ള സ്നാക്ക് വെന്തതിന് ശേഷം ഞാൻ ഇതിനെ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.